ഇവിടെ ജപ്പാനിൽ റീസെൻ്റ്ലി വളരെ എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് പിക്ക് ചെയ്യുക എന്നുള്ളത്. ഡെയിലി ഞാനും ഹസ്ബൻഡും ഡ്യൂട്ടിക്ക് പോകുന്ന വഴി ഇതുപോലെ പന്തലിച്ച് നിൽക്കുന്ന ഫ്രൂട്ട്സ് ഫാമും അതിന് മുന്നിലായി ഇതുപോലുള്ള ഷോപ്സും കാണാറുണ്ട്. ഇവരുടെ ഫാമിൽ നിന്നും തന്നെ പറിച്ചെടുത്ത ഫ്രൂട്ട്സാണ് ഈ കാണുന്നത്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് തന്നതിന് ശേഷം കുറച്ച് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ഫാം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതാ. എന്തൊരു ഭംഗിയാണല്ലേ. ഇത് പിയറാണ്. ഏതാണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ ഒരു പിയറിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈം. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ പീച്ചും പ്ലമ്മും ഒക്കെ ഉണ്ടായിരുന്നു. സമ്മർ ടൈമിലാണ് പീച്ചും ആപ്രിക്കോട്ടും ആപ്പിളൊക്കെ കായ്ക്കുന്ന ടൈം. വിൻ്റർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓറഞ്ചും സ്ട്രോബെറി ഗ്രേപ്സ് അങ്ങനെയൊക്കെയുള്ളവയാണ് കാണാറുള്ളത്. ഇതിവിടെ ഓരോ എണ്ണത്തിൻ്റെ കണക്കിലും കിലോ കണക്കിലുമാണ് പേയ്മെൻറ്റ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ ഭംഗിയും തന്നെയാണ് ഇതിനുള്ളിലെ മധുരവും. എങ്ങനെയാണ് ഒരു ഫ്രൂട്ടിന് മധുരം കൂടുന്നതെന്നറിയോ? എത്രത്തോളം സൺലൈറ്റ് കിട്ടുന്നോ അത്രത്തോളം മധുരം കൂടുമെന്നാണ് പറയാറ്. കിവി ഏകദേശം പാകമായി വരുന്നതേ ഉള്ളൂ. 6 മുതൽ 8 മാസം വരെ എടുക്കും പാകമായി വരാനെന്നാണ് ഇവർ ഞങ്ങളോട് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞയും പച്ചയും അങ്ങനെ 2 തരത്തിലാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. പെർസിമൺ ഫ്രൂട്ട്, അതായത് നമ്മുടെ നാട്ടിലെ കാക്കപ്പഴം തന്നെ. ഇതിപ്പോൾ പാകമായി വരുന്നതേ ഉള്ളൂ. കാണാൻ തക്കാളിയൊക്കെ പോലെ ആണെങ്കിലും നല്ല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള വിറ്റാമിൻ സി റിച്ച് ആയ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്.